ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി നീട്ടി നൽകാൻ സർക്കാർ നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധി 4 വർഷമാക്കി പുനഃസ്ഥാപിക്കാനാണ് ശ്രമം. സമാന ആവശ്യവുമായി നേരത്തെ ദേവസ്വം ബോർഡ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ് എന്ന് നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നു. ജനം ബ്രേക്കിംഗ് വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, നിയമസഭാ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്, എന്ത് സാഹചര്യത്തിലാണ് ഇത് പുനഃസ്ഥാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്? നിലവിലെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിനെ പ്രത്യേകിച്ച് സർക്കാരിന്റെ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കം ഒരു പക്ഷത്ത് നടക്കുന്നു. ഒപ്പം തന്നെ ഇഷ്ടക്കാർക്ക് സർക്കാരിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നവർക്ക് കൃത്യമായി തന്നെ അവർക്ക് കൂടുതൽ സംരക്ഷണം ഒരുക്കുന്നതിന്റെ ഭാഗമായി തന്നെ സർക്കാർ ഇപ്പോൾ ഈ ഒരു ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. നിലവിൽ 2 വർഷമാണ് കാലാവധി ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി തുടർന്നു പോകുന്നത്. അത് 4 വർഷമായി ഉയർത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് ദേവസ്വം ബോർഡ് തന്നെ വച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇതിന്റെ പരിഗണനയിലേക്ക് സർക്കാർ പോകുന്നത്. പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ കേന്ദ്രമാക്കാനായി ദേവസ്വം ബോർഡിനെ സർക്കാർ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് കുറച്ച് പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുമ്പോൾ 2007 ജി സുധാകരനാണ് ആദ്യമായി 4 വർഷമുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും പ്രസിഡന്റിന്റെയും കാലാവധി അത് 2 വർഷമായി ചുരുക്കിയത്. അതിനുശേഷം 2014 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അത് 3 വർഷമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം നമുക്ക് കാണാൻ സാധിച്ചത് 2017 2017 പ്രയാർ ഗോപാലകൃഷ്ണനുമായിട്ടുള്ള പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ പിണറായി സർക്കാരുമായുള്ള ചില ഉരസലുകളുടെ ഭാഗമായി അതിനെ വീണ്ടും 2 വർഷമായി തന്നെ അത് സർക്കാർ കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും നോക്കുമ്പോൾ 2025 എത്തി നിൽക്കുമ്പോൾ അതിനെ വീണ്ടും 4 വർഷത്തേക്ക് മാറ്റാനുള്ള ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുന്നു എന്നതാണ് നമുക്ക് രേഖകളിൽ നിന്ന്, നിയമസഭയിൽ തന്നെ സർക്കാർ വച്ച രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലും ദേവസ്വം ബോർഡിനെ അങ്ങനെ രാഷ്ട്രീയ കേന്ദ്രമായി ഉപയോഗിക്കാനുള്ള ശ്രമമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കാരണം പല ഘട്ടങ്ങളിലും സർക്കാരിന്റെ താല്പര്യക്കാർ എപ്പോഴാണോ ഈ കസേരകളിലേക്ക് എത്തുന്നത് അതിനെ പിന്നെ തുടർച്ചയായി കൊണ്ടുപോകാൻ കൂടുതൽ കാലയളവ് ഈ പാർട്ടിക്കാർക്ക് നൽകാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പുതിയ നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പ്രതിമാസ അവരുടെ ശമ്പളം എന്ന് പറയുന്നത് 1,12,000-ലധികം രൂപയാണ്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ശമ്പളം എന്ന് പറയുന്നത് 1,18,000-ലധികം രൂപയാണ്. ഇങ്ങനെ ലക്ഷങ്ങളാണ് ഓരോ ദേവസ്വം ബോർഡ് അംഗങ്ങളും ശമ്പള ഇനത്തിൽ തന്നെ കൈപ്പറ്റിയിരിക്കുന്നത്. അങ്ങനെ അതിന്റെ സുഖമൊക്കെ പിടിച്ച് പറ്റാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും പ്രസിഡന്റിന്റെയൊക്കെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇതിന് സമാനമായ രീതിയിൽ സർക്കാരും ഈ ദേവസ്വം ബോർഡിന്റെ ആവശ്യത്തിനൊപ്പം നീങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിൽ അത് 4 വർഷമായിരുന്നുവെങ്കിൽ അതിനെ വെട്ടിച്ചുരുക്കിയത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. കാരണം പ്രയാർ ഗോപാലകൃഷ്ണനുമായിട്ടുള്ള ഒരു ഉരസലിന്റെ അടിസ്ഥാനത്തിലാണ് അത് 2 വർഷമായി സർക്കാർ വെട്ടിച്ചുരുക്കുന്നത്. അതിനുശേഷം വീണ്ടും സർക്കാർ അത് 4 വർഷമായി ഉയർത്താനുള്ള നീക്കം നടത്തുന്നു. പാർട്ടിക്കാർക്ക് വേണ്ടി കൂടുതൽ സംവിധാനങ്ങൾ ദേവസ്വം ബോർഡിന് ഉയർത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഇപ്പോഴത്തെ കാലാവധി നീട്ടാനുള്ള സർക്കാർ നീക്കം എന്ന കാര്യത്തിൽ സംശയമില്ല. വീണ. ശരി വിനീഷ്, അത് വളരെ കൗതുകമുള്ള കാര്യമാണ് നിഖിൽ. കാരണം സ്വന്തക്കാർക്ക് വേണ്ടി ആദ്യം വെട്ടിച്ചുരുക്കുന്നു, പിന്നീട് സ്വന്തക്കാർക്ക് വേണ്ടി തന്നെ അതിന്റെ കാലാവധി നീട്ടുന്നു. അതായത് പ്രയാർ ഗോപാലകൃഷ്ണനും സർക്കാരും തമ്മിൽ ചില ഒരു ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു 2017. അതിനെ തുടർന്ന് പ്രയാർ ഗോപാലകൃഷ്ണനെ അടിയന്തരമായി മാറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാലാവധി വെട്ടിച്ചുരുക്കലിലേക്ക് കൊണ്ടുവന്നത്. കാരണം സർക്കാരിന്റെ ഈ പറഞ്ഞ പാർട്ടിയുടെ പല നിലപാടുകൾ, നയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ വലിയൊരു വിലങ്ങുതടിയായി നിന്നിരുന്നു. അദ്ദേഹത്തെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു നിയമത്തിൽ മാറ്റം കൊണ്ടുവന്നത്. അത് വീണ്ടും പാർട്ടിയുടെ ആളുകൾക്ക് വേണ്ടി പിടിമുറുക്കുക, അത് തന്നെയാണ് ഉദ്ദേശം. ഏതായാലും അത് വിനീഷ് വാർത്ത നൽകുകയായിരുന്നു. അപ്പോൾ നോക്കാം ഇനി എന്താണ് അതിന്മേൽ വരാൻ പോകുന്നത് എന്നൊക്കെ.